മീഡിയാടെക് ഡിമെൻസിറ്റി 9400E എന്ന പുതിയൊരു പ്രോസസ്സർ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറായിട്ടുള്ള മീഡിയാടെക് ഡിമെൻസിറ്റി 9400 എന്ന പ്രോസസ്സറിൻ്റെ തൊട്ട് താഴെ വരുന്ന ഒരു പ്രോസസ്സറാണ്. അപ്പം സ്നാപ്ഡ്രാഗൺ 8s Gen 4 എന്ന പ്രോസസ്സറിനൊക്കെ ഒരു കോമ്പറ്റീഷനായിട്ട് വരുന്ന പ്രോസസ്സറാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മീഡിയാടെക് ഡിമെൻസിറ്റി 9400E എന്ന പ്രോസസ്സറിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒക്ടാകോർ പ്രോസസ്സറാണ്, അതായത് 8 കോറുകൾ ഇതിൽ വരുന്നുണ്ട്. ഇപ്പം ഇതിൽ CPU കാര്യത്തിൽ 3.4 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് X4ൻ്റെ 1 കോറും 2.85 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് X4ൻ്റെ 3 കോറുകളും അതുപോലെ തന്നെ 2 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A720യുടെ 4 എഫിഷ്യൻസി കോറുകളും വരുന്നുണ്ട്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, മീഡിയാടെക് ഡിമെൻസിറ്റി 9300+ എന്ന പ്രോസസ്സറിലും ഏകദേശം ഇതുപോലുള്ള ഒരു CPU കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പം അത്യാവശ്യം നല്ലൊരു CPU കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് TSMCയുടെ 4nm പ്രോസസ്സറാണ്, അതും 3rd ജനറേഷനിൽ വരുന്ന 4nm പ്രോസസ്സറാണ്. പിന്നെ GPU കാര്യത്തിൽ ഇമ്മോർട്ടാലിസ് G720 GPU ആണ് ഇതിൽ വരുന്നത്. 12 കോറുകളാണ് ഇതിൽ വരുന്നത്. അപ്പം GPUയും CPU ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ലഭിക്കേണ്ടതാണ്. പക്ഷേ മീഡിയാടെക് ഡിമെൻസിറ്റി 9300+ എന്ന പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുമ്പം ഭയങ്കര വലിയ ചേഞ്ചസ് വരുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ GPUയുടെ കാര്യത്തിൽ ഹാർഡ്വെയർ റേ ട്രേസിംഗ് പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ LPDDR5Xൻ്റെ റാം വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 8533 MHz ക്ലോക്ക് ചെയ്യുന്ന LPDDR5Xൻ്റെ റാം വരെയാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ മീഡിയാടെക് ഡിമെൻസിറ്റി 9300+ എന്ന പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ക്ലോക്ക് സ്പീഡിൻ്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ഇതിൽ UFS 4.0 സ്റ്റോറേജ് ടൈപ്പിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ആൻതൂത്ത് സ്കോർ ഏകദേശം ഒരു 24.5 ലക്ഷം റേഞ്ചിലായിട്ട് വരുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ ഒരു 30,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം നല്ലൊരു ആൻതൂത്ത് സ്കോറൊക്കെ തന്നെയാണ് എന്ന് പറയാവുന്നതാണ്. പിന്നെ എയുടെ കാര്യത്തിൽ മീഡിയാടെക് APU 790 ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ പല ഓൺ ഡിവൈസ് ജനറേറ്റീവ് AI ഫീച്ചേഴ്സും വരുന്നതായിരിക്കും. ഇതിൽ ഓൺ ഡിവൈസ് ഡീപ് സീക്ക്, ക്വൻ, ലാമ, ജെമിനി നാനോ ഇതുപോലുള്ള AI ഫീച്ചേഴ്സിൻ്റെ സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ 320 MP ക്യാമറ സെൻസർ വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ 8K 30 FPS വീഡിയോ റെക്കോർഡിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ 60 FPS ആണെന്നുണ്ടെങ്കിൽ 4K വീഡിയോ റെക്കോർഡിങ്ങും ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ബ്ലൂടൂത്തിൻ്റെ കാര്യത്തിൽ ബ്ലൂടൂത്ത് 6.0യുടെ സപ്പോർട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മീഡിയാടെക് ഡിമെൻസിറ്റി 9300+ എന്ന പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു അപ്ഗ്രേഡ് ഒക്കെ തന്നെയാണ്. പിന്നെ ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ 5 കിലോമീറ്റർ വരെയുള്ള ഡിവൈസുകളിലോട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പം കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഡിവൈസുകളിൽ മാത്രമേ ഇത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും അങ്ങനെ ഒരു ഫീച്ചർ വരുന്നുണ്ട്. പിന്നെ ഇത് ഐഡിയൽ കണ്ടീഷൻസിൽ മാത്രമാണ് വർക്ക് ആവുക. പിന്നെ വൈഫൈയുടെ കാര്യത്തിൽ Wi-Fi 7ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. സ്പീഡ് 7.3 GB/s വരെ എത്തുന്നതായിരിക്കും. ഇപ്പോൾ മീഡിയാടെക് ഡിമെൻസിറ്റി 9300+ എന്ന പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്പീഡിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഏതൊക്കെ ഫോണുകളിലായിരിക്കും ഈ ഒരു പ്രോസസ്സർ ആദ്യം വരിക എന്ന് വെച്ചാൽ, റിയൽമി GT7 എന്ന സ്മാർട്ട് ഫോൺ May 27 ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൽ ഈ ഒരു പ്രോസസ്സർ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന OnePlus Ace 5 റേസിംഗ് എഡിഷൻ എന്ന സ്മാർട്ട് ഫോണിലും ഈ ഒരു പ്രോസസ്സർ വരും. പിന്നെ ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന റിയൽമി Neo 7 ടർബോ എന്ന സ്മാർട്ട് ഫോണിലും ഈ ഒരു പ്രോസസ്സർ വന്നേക്കാം. മിക്കവാറും ബാക്കി ബ്രാൻഡുകളും ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന അവരുടെ ഫോണുകളിൽ ലോഞ്ച് ചെയ്തേക്കാം. പിന്നെ ഏത് പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലായിരിക്കും ഈ ഒരു പ്രോസസ്സർ കാണുക എന്ന് വെച്ചാൽ, ഈ ഒരു പ്രോസസ്സർ നമുക്ക് ഒരു 25,000 to 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലൊക്കെ ഈ ഒരു പ്രോസസ്സർ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ചില ഓഫ്ലൈൻ ഫോൺസിൽ വില ഒരു 45,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരെയും എത്തിയേക്കാം. ഇപ്പം സ്നാപ്ഡ്രാഗൺ 8s Gen 4 എന്ന പ്രോസസ്സറിന് ഒരു കോമ്പറ്റീഷനായിട്ടായിരിക്കും ഈ ഒരു പ്രോസസ്സർ വരിക. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല പെർഫോമൻസ് ഒക്കെ തരുന്ന ഒരു പ്രോസസ്സറായിരിക്കും ഈ ഒരു പ്രോസസ്സർ. എന്തായാലും മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 9400E എന്ന പ്രോസസ്സർ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം മീഡിയാടെക് ഡിമെൻസിറ്റി 9300+ എന്ന പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുമ്പം ഭയങ്കര വലിയ അപ്ഗ്രേഡ്സ് ഉണ്ട് എന്നൊന്നുമല്ല, ചെറിയ ചെറിയ ചേഞ്ചസേ ഉള്ളൂ. ഏകദേശം ആ ഒരു പ്രോസസ്സറിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷനാണ് എന്നൊക്കെ പറയാവുന്നതാണ്. എന്നാലും ഈ പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ നമുക്ക് ഒരു 25,000 to 30,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു പ്രോസസ്സർ ലോഞ്ച് ചെയ്യാനുള്ള മെയിൻ ഒരു കാര്യം എന്താ വെച്ചാൽ, സ്നാപ്ഡ്രാഗൺ 8s Gen 4 എന്ന പ്രോസസ്സറിന് ഒരു കോമ്പറ്റീഷനായിട്ട് വരാനാണ്. അപ്പം അതുകൊണ്ടാണ് ഏകദേശം റീബ്രാൻഡഡ് വെർഷൻസ് ആയിട്ട് കൂടി ഈ ഒരു പുതിയ പേരിൽ ഈ ഒരു പ്രോസസ്സർ ലോഞ്ച് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും
ഈ ഒരു പ്രോസസ്സർ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സറിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ നിങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഏത് പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.